വെച്ച് പിറുപിറുത്തു. യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു. അതുകൊണ്ട് അവൻ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്തതിയെ ജാതികളുടെ ഇടയിൽ നശിപ്പിക്കുമെന്നും അവരെ ദേശങ്ങളിൽ ചിതറിച്ചു കളയുമെന്നും അവർക്ക് വിരോധമായി തൻ്റെ കൈ ഉയർത്തി സത്യം ചെയ്തു. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് 106 സങ്കീർത്തനം 25 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ വചനം നിരസിച്ചു കളഞ്ഞവരാണ്. അവർ യഹോവയുടെ വചനം കേൾക്കാതെ ഇരുന്നവരാണ്. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് യഹോവയോട് പിറുപിറുത്തവരാണ്. അങ്ങനെയുള്ളൊരു ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത്, ഞാനവരെ നശിപ്പിച്ചു കളയും, അവരെ ദേശങ്ങളിൽ ചിതറിച്ചു കളയും. ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് സെഖര്യാ പ്രവചനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. യേശു കർത്താവിൻ്റെ ക്രൂശീകരണം സമീപമായിരിക്കുമ്പോൾ കർത്താവ് ഈ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്. തന്നെ സംബന്ധിച്ചുള്ള പ്രവചന ഭാഗമാണ് കർത്താവ് എടുത്തുദ്ധരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു അവരോട്, നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന തിരുവചന ഭാഗം അത് നിവർത്തിക്കപ്പെടുവാൻ പോവുകയാണ്. ഇടയൻ വെട്ടേൽക്കപ്പെടുവാൻ പോവുകയാണ്. യേശു കർത്താവിനെ നല്ല ഇടയൻ എന്ന നിലയിലും വലിയ ഇടയൻ എന്നുള്ള നിലയിലും ശ്രേഷ്ഠ ഇടയൻ എന്നുള്ള നിലയിലും നാം തിരുവെഴുത്തിൽ കാണുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അതുപോലെ ആടുകളുടെ വലിയ ഇടയനെ സംബന്ധിച്ച് എബ്രായർ 13:20 നാം കാണുന്നു. ശ്രേഷ്ഠ ഇടയനായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എത്രയും വേഗം സംഭവിക്കും എന്ന് പത്രോസ് അപ്പോസ്തലനും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അങ്ങനെ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ആടുകളുടെ വലിയ ഇടയനും ജനത്തെ വേണ്ട നിലയിൽ പരിപാലിക്കുന്നു. മാത്രമല്ല, ശ്രേഷ്ഠ ഇടയനായ യേശു കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. തൻ്റെ ജനത്തിന് വാടാത്ത കിരീടം, തേജസ്സിൻ്റെ കിരീടം ധരിക്കുവാൻ തക്കവണ്ണം, ആ കിരീടം നൽകുവാൻ തക്കവണ്ണം കർത്താവ് മടങ്ങി വരുവാൻ പോവുകയാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു എന്ന് മാത്രമല്ല, വലിയ ഇടയൻ ഇന്ന് തൻ്റെ ജനത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ശ്രേഷ്ഠ ഇടയൻ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നു എന്നുള്ള ചിന്ത ഈ ഇടയനോടുള്ള ബന്ധത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ വെട്ടേൽക്കപ്പെട്ട ഇടയൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ വെട്ടേൽക്കപ്പെടുകയായിരുന്നു. ക്രൂശീകരണത്തോടുകൂടെ അഥവാ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ യഹൂദജനം ചിതറപ്പെടുകയാണ്. അത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രവചനവാക്യങ്ങളെല്ലാം യഹൂദജനത്തോടുള്ള ബന്ധത്തിൽ അത് നിവർത്തിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞ യഹൂദജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഒരളവിൽ വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. നാടും വീടും വിട്ട് അവർ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചിതറപ്പെട്ടു പോയി. യഹൂദജനം ചിതറപ്പെട്ടു പോയത് AD 70 തീത്തൂസ് കൈസർ, റോമൻ കൈസറായിരുന്ന തീത്തൂസ് കൈസർ യെരുശലേം ആക്രമിച്ചതോടുകൂടിയാണ്. യെരുശലേം ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ജനം അന്ന് ഉണ്ടായിരുന്ന മരങ്ങളിൽ എല്ലാം ക്രൂശിക്കപ്പെട്ടു. അവർ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചിതറപ്പെട്ടു പോയി. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവർത്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം അക്ഷരം പ്രതി സംഭവിക്കുമെന്നുള്ളതിന് നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മതിയാകും. ആ ദൈവത്തിൻ്റെ വാക്കുകൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വ് എന്നത്രേ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ അല്പം താമസിച്ചാലും ദൈവത്തിൻ്റെ വചനങ്ങളൊന്നും നിവർത്തിയാകാതിരിക്കുകയില്ല. അതുകൊണ്ട് ഇടയൻ വെട്ടേൽക്കപ്പെട്ടു, ആടുകൾ ചിതറപ്പെട്ടു. അതായത് യഹൂദജനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു പോയി. യേശു കർത്താവിനെ ക്രൂശിക്കുന്നതിൽ അഥവാ ഇടയൻ വെട്ടേൽക്കപ്പെടുന്നതിൽ യൂദയ്ക്ക് വലിയൊരു പങ്കുണ്ട്. യൂദയെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞത്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എത്രയും ശാപകരമായ ഒരു അനുഭവമാണ് യൂദയ്ക്ക് ലഭിച്ചത് എന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയും. അതുമാത്രമല്ല,
റോമൻ പടയാളികൾക്കും റോമൻ ചക്രവർത്തിമാർക്കും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ പങ്കുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോമൻ ചക്രവർത്തിയായിരിക്കുന്ന പീലാത്തോസും അതുപോലെ അന്നത്തെ മഹാപുരോഹിതന്മാരായിരുന്ന ഹന്നാവും കയ്യഫാവും അന്നത്തെ ഗലീല നാട് വാഴുന്ന ഹെരോദാവിനും സന്നിധിയും സംഘത്തിനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പീലാത്തോസ് ഒരു വൃദ്ധാശ്രമം നടത്തുന്നുണ്ട്. ഈ മനുഷ്യൻ നീതിമാൻ, ഇവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകി യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. എന്നാൽ ഇവർക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുന്നതല്ല. യേശു കർത്താവിനെ ക്രൂശിച്ചതിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധി അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. മാനസാന്തരപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം നൽകിയിട്ടും അവർ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അവർ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. കൂടെ കൂടെ ശാസന കേട്ടിട്ടും അവർ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അവർ നശിച്ചു പോകുമെന്ന് തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. യഹൂദജനത്തോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യെരൂശലേമേ, യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ എൻ്റെ ചിറകിൻ കീഴിൽ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. പക്ഷേ നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അതക്ഷരം പ്രതി സംഭവിച്ചത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ഏതാണ്ട് 40 വർഷം കഴിഞ്ഞപ്പോൾ യഹൂദജനം ചിതറപ്പെട്ടു പോകുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കാതിരിക്കുന്നവർക്ക്, ദൈവത്തോട് മത്സരിക്കുന്നവർക്ക് അവർ ദേശത്ത് നശിച്ചു പോകും. അവർ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു പോകും. എന്നാൽ ഇടയൻ വെട്ടേൽക്കപ്പെട്ടു, ആടുകൾ ചിതറപ്പെട്ടു. എന്നാൽ ഇടയൻ ജീവിക്കുന്നതോടുകൂടെ മറ്റൊരു സംഭവം അവിടെ നടക്കുകയാണ്. വെട്ടേൽക്കപ്പെട്ട ഇടയൻ മരിച്ചവസാനിച്ച ഇടയനല്ല. നമ്മുടെ കർത്താവ് മരിച്ചവസാനിച്ച ഇടയനല്ല. ഒരു കർത്തൃദിവസത്തിൽ നാം കർത്താവിനെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് മരിച്ചവൻ മാത്രമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ഇടയൻ വെട്ടേൽക്കപ്പെട്ടുവെങ്കിലും ആ ഇടയൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആടുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും വിശ്വസിച്ചു വന്നവരെ കൂട്ടിച്ചേർക്കുന്ന ദൈവപ്രവൃത്തിയും പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ആര് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് പാപമോചനമുണ്ട്. അവർ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണ്. അവരുടെ ജീവിതം ആ നിലയിൽ ധന്യമായി തീരുകയാണ്. യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്താൽ യഹൂദജനം ചിതറിപ്പോയി എങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും തനിക്കായൊരു വിശുദ്ധ സഭയെ വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്നാൽ ആ ഇടയശ്രേഷ്ഠൻ ഇനിയും പ്രത്യക്ഷനാകുവാൻ പോവുകയാണ്. ആ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം ലഭിക്കും. നമ്മൾ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചിതറപ്പെട്ടു പോയ ആടുകൾ, വഴിതെറ്റിപ്പോയ ആടുകൾ ഇതാ ദൈവത്തിൻ്റെ ആലയിലേക്ക് ഒരുമിച്ച് ചേർക്കപ്പെടുവാൻ പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ സംഭവിക്കുന്ന അത്ഭുതമെന്ന് പറയുന്നത് ഉൽപ്രാവണമെന്ന മഹാത്ഭുതം സംഭവിക്കുവാൻ പോവുകയാണ്. ലോകത്തെമ്പാടുമുള്ള ദൈവത്തിൻ്റെ ജനം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. യേശു കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്ന ഇടയനാണ്. ഈ ദിവസത്തിൽ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു എന്ന് മാത്രമല്ല, ജീവൻ തിരികെ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുവാൻ പോകുന്നു. ഈ ചിന്തയോടുകൂടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാ മഹത്വം അർപ്പിച്ച കർത്താവിൻ്റെ പാദത്തിൽ വീണ് കർത്താവിനെ ആരാധിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ വെട്ടേൽക്കപ്പെട്ട ഇടയൻ ചിതറപ്പെട്ടു പോയ ആടുകൾ. എന്നാൽ കർത്താവ് ഒരിക്കൽ വെട്ടേറ്റുവെങ്കിലും വീണ്ടും ജീവിച്ചതുകൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതുകൊണ്ട്, തൻ്റെ വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് വീണ്ടും വരുവാൻ പോകുന്നതുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സർവ്വമഹത്വവും അങ്ങേ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്തൻ വാനിൽ വന്നിടുമേ ദൂതരുമായി
തൻ മക്കളെല്ലാം സ്വർഗലോകം പൂകിടാറായി. കർത്തൻ വാനിൽ വന്നിടുമേ ദൂതരുമായി. തൻ മക്കളെല്ലാം സ്വർഗലോകം പൂകിടാറായി. കർത്തൻ വാനിൽ വന്നിടുമേ ദൂതരുമായി. തൻ മക്കളെല്ലാം സ്വർഗലോകം പൂകിടാറായി.